ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മലയാളമാണ് കേട്ടോ. കേരള പാഠാവലിയാണ്. ഏതാണെന്ന് നോക്കാം, നമുക്ക് അതിൽ എന്താണെന്ന് നോക്കാം. നിർദ്ദേശങ്ങളൊക്കെ അറിയാമല്ലോ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് ഒന്നായി ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കുക. നോക്കാം. ഒന്നാമത് വായിക്കാം, എഴുതാം. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൺ 1865 മരിച്ച വിവരം ഇന്ത്യയിൽ അറിയാൻ 3 മാസക്കാലം വേണ്ടിവന്നു. വിവരങ്ങൾ അറിയാൻ 150 വർഷം മുമ്പ് എത്ര സമയം വേണ്ടിവന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം. പത്രം, റേഡിയോ, ടെലിഫോൺ എന്നിവയൊന്നുമില്ലാത്ത കാലത്തെ അവസ്ഥ അതായിരുന്നു. പരിശീലനം നൽകിയ പ്രാവുകളെ ഉപയോഗിച്ചായിരുന്നു വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് അക്കാലത്ത് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. മനുഷ്യൻ വികസിപ്പിച്ച ആദ്യത്തെ അതിവേഗ വാർത്താവിനിമയ സംവിധാനമായിരുന്നു ടെലഗ്രാഫ്. സാമുവൽ മോയ്സാണ് ഈ സങ്കേതം കണ്ടെത്തിയത്. ഇപ്പോൾ ഈ സംവിധാനം ഉപയോഗത്തിൽ ഇല്ലാതെയായി. ഇന്റർനെറ്റ് നിലവിൽ വന്നതോടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ആളുകൾക്കും ടൈപ്പ് ചെയ്തതും ദൃശ്യരൂപത്തിലുള്ളതും പിന്നെ ശബ്ദരൂപത്തിലുള്ളതുമായ സന്ദേശങ്ങൾ അതിവേഗത്തിൽ അയക്കാവുന്ന ഇമെയിൽ വിലാസവും ID, അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനായി ഒരു അടയാള വാക്കും പാസ്വേഡ് ഉണ്ടായിരിക്കും. ഇതെല്ലാം സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ മുന്നേറ്റമാണ് അല്ലേ. അപ്പൊ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മളെ ആൾക്കാരെ ഇപ്പം പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഇമെയിലായിട്ടും അതുപോലെ ഓരോ ഇതായിട്ട് ഇല്ലേ, ടെലഗ്രാഫൊക്കെ ഇപ്പം നിന്നില്ലേ. പണ്ടൊക്കെ എന്തായിരുന്നു, പ്രാവുകളെ ഉപയോഗിച്ചായിരുന്നു എന്താക്കിയത്, സന്ദേശങ്ങളൊക്കെ അറിയിച്ചിരുന്നത് അല്ലേ. നോക്കിയ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യൻ വികസിപ്പിച്ച ആദ്യത്തെ അതിവേഗ വാർത്താവിനിമയ സങ്കേതം ഏതാണ്? ടെലഗ്രാഫ് അല്ലേ. ടെലഗ്രാഫ് ആയിരുന്നു എന്ത് മനുഷ്യ ആദ്യത്തെ അതിവേഗ വാർത്താവിനിമയ സങ്കേതം അല്ലേ. ദെൻ പത്രം, റേഡിയോ, ടെലിഫോൺ എന്നിവയൊന്നും നിലവിലില്ലാതിരുന്ന കാലത്ത് വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് സന്ദേശം അയച്ചിരുന്ന രീതി എന്തായിരുന്നു? എന്താണ്? പരിശീലനം നൽകിയ പ്രാവുകളെ ഉപയോഗിക്കുക. അത് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഇവിടെ എന്താണ് ഇല്ലാത്ത കാലത്ത് പരിശീലനം നൽകിയ പ്രാവുകളെ ഉപയോഗിച്ചായിരുന്നു വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് അക്കാലത്ത് സന്ദേശങ്ങൾ അയച്ചിരുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഏതാണ്? നമുക്ക് C ആണ് ആൻസർ. C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ഇമെയിൽ നിലവിൽ വന്നത് ഏത് സംവിധാനത്തിന്റെ വരവോടു കൂടിയാണ്? അപ്പൊ ഇമെയിൽ നിലവിൽ വന്നത് ഏത് സംവിധാനത്തിന്റെ വരവോടു കൂടിയാണ്? ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഇമെയിലൊക്കെ അയക്കാൻ പറ്റുള്ളൂ. ഇമെയിലിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിനുള്ള സംവിധാനം എന്താണ്? ഇമെയിലിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിനുള്ള സംവിധാനം എന്താ മക്കളെ? അതാ അടയാളവാക്കില്ലേ, പാസ്വേഡ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇപ്പോൾ നിലവിലുള്ള അതിവേഗ വാർത്താവിനിമയ സംവിധാനങ്ങളിൽ പെടുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള അതിവേഗ വാർത്താവിനിമയ സംവിധാനങ്ങളിൽ പെടുന്നത് താഴെ പറഞ്ഞ ഏതൊക്കെയാണ്? നമുക്ക് വായിച്ചു നോക്കാം അല്ലെ. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇമെയിൽ ഇപ്പം എന്താണ് വേഗത്തിലുള്ള ഇപ്പോഴത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളിൽ പെടുന്നതാണ് അല്ലെ. വാട്സപ്പും അതും ഓക്കെയാണ് അല്ലെ. ടെലഗ്രാഫ് ഇപ്പൊ ഇല്ല അല്ലെ. അപ്പൊ തെറ്റ്. ഈ സ്പീഡ് പോസ്റ്റ് അതൊക്കെ പണ്ടായിരുന്നു അല്ലേ. ഇതൊന്നും വരുന്നതിന് മുന്നേ ഉള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ശരി? ഇമെയിലും വാട്സപ്പും അല്ലേ. 1ഉം 2ഉം ശരി അല്ലേ. അപ്പോൾ ഏതാണ് 1ഉം 2ഉം? നോക്കൂ, C ആണ് കേട്ടോ. 1ഉം 2ഉം ആണ് ശരി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. നെക്സ്റ്റ് അനുഭവക്കുറിപ്പാണ് കേട്ടോ. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്ത് സുഗതകുമാരി മൂന്നാറിലെ മലനിരകളിൽ കുറിഞ്ഞി പൂക്കുന്ന അനുഭവം വിവരിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ കണ്ട ഒരു പ്രകൃതി ദൃശ്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതുക. പിന്നെ എന്താണ് ചിഹ്നങ്ങളൊക്കെ വേണ്ടടുത്ത് ഇടുക. കോമ കുത്തൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഇടുക. പിന്നെ അതിനൊരു ഒരു കണ്ടിന്യൂഷൻ വേണം. പിന്നെന്താണ് ആഘോഷവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കണം. അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ ക്രമാനുഗതമായിട്ട് അവതരിപ്പിക്കണം. ഭാവം മനസ്സിൽ തട്ടും വിധം അവതരിപ്പിക്കാനാകുന്ന ഭാഷ ഉപയോഗിച്ച് നല്ല രീതിയിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത് കേട്ടോ. അനുഭവക്കുറിപ്പ്. നെക്സ്റ്റ്, എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാൻ ഇതുവരെ ഈ വിവരം ബാപ്പയോട് പറയാഞ്ഞത്. അലി ബാപ്പയോട് പറയാതിരിക്കാനുള്ള കാരണം സാറയ്ക്ക് അടി കിട്ടുമെന്ന പേടി കൊണ്ടാണോ? പുതിയ ഷൂസ് അദ്ദേഹത്തിന് വാങ്ങിത്തരാൻ കഴിയാത്തത് കൊണ്ടാണോ? സാറയുടെ ഷൂസ് മറ്റൊരു കുട്ടിക്ക് നൽകിയത് കൊണ്ടാണോ? അലിക്ക് അടിയെ പേടിയില്ലാത്തത് കൊണ്ടാണോ? ഏതാ ശരി? എന്താ മക്കളെ കാരണം? പുതിയ ഷൂസ് അദ്ദേഹത്തിന് വാങ്ങി തരാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലേ.
അപ്പോൾ എന്താണ് 2 മാത്രം ശരി അല്ലേ? ഈ ബി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ബി ആണ് ശരി കേട്ടോ, ബി കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്? 2C കേട്ടോ. കാര്യം ഉത്തരം തേടിയിട്ടൊടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വെക്കും, നേടാതെ വന്നാലും ഉമ്മ വെക്കും. എന്താണ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഉത്തരം തേടിയിട്ടൊടുവിൽ നീ നേടി വന്നാലും നിന്നെ അമ്മ ഉമ്മ വെക്കും, നേടാതെ വന്നാലും അമ്മ ഉമ്മ വെക്കും അല്ലേ? അപ്പോൾ കാരണം എന്താ? ഉത്തരം ഇനി മണ്ടത്തരമാണെങ്കിലും എന്താണ്? ഉത്തരം മിനി മണ്ടത്തരമാണെന്നെങ്കിലും കുഞ്ഞു മീനിനെ കുറിച്ച് അമ്മയ്ക്ക് പെരുത്ത അഭിമാനമുണ്ട് അല്ലേ? അതാണ് കാരണം. അപ്പൊ നോക്കിയേ, കാര്യവും കാരണമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ? കാര്യം ശരി, കാരണം തെറ്റാണോ? ഇനി കാരണം ശരി, കാര്യം തെറ്റാണോ? കാര്യവും കാരണവും ശരിയാണോ? കാര്യവും കാരണവും തെറ്റാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്താണ് കാര്യവും കാരണവും ശരിയെന്നല്ലേ അല്ലേ? ആണ് അല്ലേ? അപ്പൊ കാര്യവും കാരണവും ശരിയായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? ആസ്വാദനക്കുറിപ്പാണ് കേട്ടോ. സിനിമ ഇഷ്ടപ്പെടാത്ത കൂട്ടുകാർ ഇല്ലല്ലോ. ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം എന്ന യൂണിറ്റിൽ സിനിമ എന്ന മാധ്യമത്തെ കുറിച്ചാണല്ലോ പരാമർശിക്കുന്നത്. നിങ്ങൾ കണ്ടതിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ കുറിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം? എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമ എടുക്കുക അല്ലേ? എന്നിട്ട് ആ സിനിമേൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ അതിലുള്ളത് അതൊക്കെ ഒന്ന് എഴുതുക. സിനിമയുടെ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ എഴുതാം. പിന്നെ നിങ്ങളുടെ നിരീക്ഷണവും നിലപാടൊക്കെ വ്യക്തമാക്കി എഴുതാം. സിനിമയിലെ അതുപോലെ എന്താണ് അതിലെ സാങ്കേതിക മികവും അഭിനയ സവിശേഷതകളും ഗാനങ്ങൾ എന്നിവയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ വിശദമാക്കി എഴുതണം. അനുയോജ്യമായ ഭാഷ ശൈലിയൊക്കെ ഉപയോഗിക്കണം. വാക്യഘടന, ചിഹ്നം എന്നിവയൊക്കെ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാൽ പ്രതികരണക്കുറിപ്പാണ് കേട്ടോ. ഈ ചിത്രം പകർന്നു നൽകുന്ന ആശയം എന്താണ്? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഈ പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് പ്രതികരണം തയ്യാറാക്കണം. അതുപോലെ പ്രതികരണം വ്യക്തമായും വായനക്കാരെ സ്വാധീനിക്കും വിധത്തിലും അവതരിപ്പിക്കാൻ പറ്റിയ ഭാഷ ഉപയോഗിക്കണം. നമ്മുടെ ഭാഷ ഇപ്പം മലയാളം തന്നെ അല്ലേ? അപ്പോൾ മലയാളത്തിലാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ? പ്രശ്നത്തോടുള്ള തൻ്റെ നിലപാട് എന്താണ്? യുക്തിസഹമായി അവതരിപ്പിക്കണം. പിന്നെ സംക്ഷിപ്തമായി പ്രതിപാദിച്ചിരിക്കണം. ഓക്കെ, വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ. നെക്സ്റ്റ് എന്താ? നോട്ടീസാണ് കേട്ടോ. കാരക്കാംപാറ ഗവൺമെന്റ് LP UP സ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര പ്രദർശനം നടക്കുന്നു. 2026 മാർച്ച് 30 നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് 2026 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടി ഷംല ഹംസയാണ്. ഉദ്ഘാടനം, അതിഥികൾ, കാര്യപരിപാടി തുടങ്ങിയ ഉൾപ്പെടുത്തി പരിപാടിയുടെ നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ് ചെയ്താൽ അറിയാലോ. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ എന്താക്കണം നിങ്ങൾ? ആദ്യം എന്താണ് ഒരു ലേ ഔട്ട് വരയ്ക്കണം അല്ലേ? ഇങ്ങനെ ലേ ഔട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് നോട്ടീസ് എന്ന് എഴുതുക അല്ലേ? ഇവിടെ നോട്ടീസ് എന്ന് ഹെഡിങ് എഴുതുക. പിന്നെ എന്താണ് വിഷയം വ്യക്തമായിട്ട് വിനിമയം ചെയ്യണം. പിന്നെ ആശയങ്ങളൊക്കെ നിങ്ങൾ അതിലെന്താണ് ആകർഷകമായ രീതിയിൽ നിങ്ങൾ എഴുതണം. പിന്നെന്താണ് വിശദാംശങ്ങളും പിന്നെ അതുപോലെ ഒരു ഹെഡിങ് വേണം. തീയതി എന്നാലും സ്ഥലമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത് എഴുതണം. പിന്നെ അക്ഷരത്തെറ്റില്ലാതെ വാക്യങ്ങളുടെ ചിഹ്നമൊക്കെ എന്നിവ ഉപയോഗിച്ച് എന്താണ് നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നോക്കിയ പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. AUPS ചൂളമ്പറ്റയിലെ കുട്ടികൾ സോഷ്യൽ മീഡിയ കളിയും കാര്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഹസ്യചിത്രത്തിന്റെ പ്രദർശനം വിദ്യാലയത്തിൽ നടക്കുന്നു. 2026 മാർച്ച് 28 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്താണ് ലേ ഔട്ട് വരയ്ക്കുക അല്ലേ? പിന്നെ എന്താണ് ഒരു ഹെഡിങ് വേണം അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഹെഡിങ്. എന്നിട്ട് എന്താണ് ഈ ചിത്രവും വരയ്ക്കുക കേട്ടോ. അതുമായിട്ട് പിന്നെ 2 സെന്റൻസ് എഴുതണം കറക്റ്റായിട്ട് തെറ്റൊന്നുമില്ലാതെ. നെക്സ്റ്റ് എന്താണ് വിവരണമാണ്. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യ വരവമ്പിളി പൂങ്കുല മെയ്യിലണിഞ്ഞ കരിമ്പൂതം, കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപ്പില പൂപ്പാടും പണ്ടങ്ങൾ, അരുകിന ലുക്കണിച്ചായ കിരീടം, തലയിലണിഞ്ഞ കരിമ്പൂതം അല്ലേ? അപ്പോൾ വള്ളുവനാടൻ പ്രദേശത്ത് ഉത്സവങ്ങളോടനുബന്ധിച്ച് കൊട്ടിയാടുന്ന പ്രധാന കലാരൂപമായ പൂതത്തിന്റെ വരവിനെ ഇടശ്ശേരി വർണ്ണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും കലാരൂപത്തിന്റെ വിവരണം നിങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ വിവരണം തയ്യാറാക്കുമ്പോൾ എന്താണ്, ഇഷ്ട കലാരൂപവുമായി ബന്ധപ്പെട്ട പരമാവധി ആശയങ്ങൾ ഉൾപ്പെടുത്തണം. നേരനുഭവം പങ്കുവയ്ക്കുന്ന രീതിയിൽ അഭിപ്രായം അവതരിപ്പിക്കണം. പിന്നെന്താണ്, വിശകലനം ചെയ്ത് കണ്ടെത്തിയ അഭിപ്രായങ്ങൾ അനുയോജ്യമായ ഭാഷയിൽ എന്താണ് അവതരിപ്പിക്കണം. സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും യുക്തിസഹമായി അവതരിപ്പിക്കണം. വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ, ജീവചരിത്ര കുറിപ്പാണ് കേട്ടോ. തിരുവരങ്ങ് നാട്യസംഘ തനത് നാടകവേദി, മാതാപിതാക്കൾ ഗോദവർമ്മ കുഞ്ഞുലക്ഷ്മി, 1928 ജനനം, ആലപ്പുഴയിലെ കവാലത്തിലാണല്ലേ. പിന്നെ കേരളത്തിൽ നാടോടി പരമ്പരാഗത കലാരൂപങ്ങൾ ആധുനിക നാടകവേദിയുമായി കൂട്ടിച്ചേർത്ത്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് അല്ല, കുറച്ച് തന്നിട്ടുണ്ട്, സെന്റൻസുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാവാല നാരായണ പണിക്കറാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന വേറെ കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക, ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ഒക്കെ ഒന്ന് എഴുതുക. എന്നിട്ട് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. സ്വന്തം കാഴ്ചപ്പാടുകളും വായനാനുഭവങ്ങളും ഉൾപ്പെടുത്തണം. ആകർഷമായ തുടക്കവും ഒടുക്കമൊക്കെ ഉണ്ടാവണം അല്ലേ. അനുയോജ്യമായ ഭാഷയും വാക്യഘടനയും ചിഹ്നം എന്നിവ പാലിക്കണം. അക്ഷരത്തെറ്റില്ലാതെ എഴുതി പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കുറച്ച് പോയിന്റ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ആരാന്നുള്ളതൊക്കെ ഇവിടെ തന്നിട്ടില്ലേ, കാവാല നാരായണ പണിക്കരല്ലേ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ എന്താക്കുക, ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നിങ്ങൾ ജീവചരിത്ര കുറിപ്പുകളൊക്കെ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ച് എഴുതുക. ഓക്കെ, താങ്ക് യു.